ആലപ്പുഴ ജില്ലയിലെ കരിയിലക്കുളങ്കര എന്ന സ്ഥലത്ത് ഒരു കുളത്തിൽ നിന്നും ഒരു സ്ത്രീയുടെ മൃതദേഹം ലഭിക്കുന്നു. തീർത്തും അഴുകിയ നിലയിലായിരുന്നു ആ മൃതദേഹം. പുറത്ത് ഒരു വേലിക്കല്ല് പോലെ ഒരു വലിയ കല്ല് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ പോലീസിന് ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലാകുന്നു. പക്ഷേ ഈ സ്ത്രീയെ അവിടെ ആരും തിരിച്ചറിഞ്ഞില്ല. മരിച്ചത് ആരാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ എങ്ങനെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകും എന്നോർത്ത് പോലീസ് കുഴഞ്ഞു. അപ്പോഴാണ് അവിടുത്തെ അന്നത്തെ CI ആയിരുന്ന ഹരികൃഷ്ണൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആ സമീപ പ്രദേശങ്ങളെല്ലാം ഒന്ന് നിരീക്ഷിക്കുന്നത്. അപ്പോൾ ആ കുളത്തിനടുത്തായി ഒരു സർപ്പക്കാവ് കണ്ടെത്തുന്നു. ആ സർപ്പക്കാവിലേക്ക് നടന്നു നീങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥന് വളരെ രൂക്ഷമായ ഒരു ദുർഗന്ധം അനുഭവപ്പെടുന്നു. അടുത്തേക്ക് എത്തിയ ഇയാൾ കണ്ടത് അവിടെ ചത്തുകിടക്കുന്ന ഒരു പൂച്ചയാണ്. ഈ പൂച്ചയുടെ ശരീരവും അഴുകി തുടങ്ങിയിരുന്നു. ആദ്യം കുളത്തിൽ കണ്ട മൃതദേഹവും ഈ പൂച്ചയും തമ്മിൽ എന്തോ ഒരു ബന്ധമുള്ളതായി ഉദ്യോഗസ്ഥന് തോന്നുന്നു. കാരണം ഈ രണ്ടു മരണങ്ങളും സംഭവിച്ചിരിക്കുന്നത് ഏകദേശം ഒരേ ദിവസമാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ത്രീയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന്റെ കൂടെ ഈ പൂച്ചയുടെ ശരീരവും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നു. ആദ്യം ഇതൊരു തമാശയായി നാട്ടുകാർക്കെല്ലാം തോന്നിയെങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. അവസാനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. CI ഹരികൃഷ്ണൻ ഊഹിച്ചതുപോലെ തന്നെ ഈ രണ്ടു മരണങ്ങളും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ആ സ്ത്രീ മരണപ്പെട്ടതും ആ പൂച്ച ചത്തിരിക്കുന്നതും ഫ്യൂരിഡാൻ എന്ന വിഷം ഉള്ളിൽ ചെന്നാണ്. മരിച്ച സ്ത്രീ ആരാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ആ വഴി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിന് ആയില്ല. അതുകൊണ്ട് തന്നെ ചത്ത പൂച്ചയെ വെച്ച് അവർ അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ അന്വേഷണത്തിനൊടുവിൽ തെളിഞ്ഞത് ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു. അതെ, കേരളത്തിൽ ആദ്യമായി പൂച്ചയെ പോസ്റ്റ്മോർട്ടം ചെയ്ത് തെളിയിച്ച കേസ്. അതിസമർത്ഥമായി കേരള പോലീസ് തെളിയിച്ച ഈ ഒരു കൊലപാതക കേസാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത്. ട്രൂത്ത് ആൻഡ് ടെയിൽസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. 2008 ജൂൺ 6 ആലപ്പുഴ ജില്ലയിലെ കരിയിലക്കുളങ്ങര എന്ന സ്ഥലം. അവിടെ ഹൈവേയോട് ചേർന്ന് കുറച്ച് ചതുപ്പ് നിലങ്ങളും ഒരു കുളവുമുണ്ട്. അതിനടുത്തായി പുല്ല് പറിക്കുവാൻ വന്ന കുറച്ച് സ്ത്രീകൾ ആ കുളത്തിന്റെ കരയോട് ചേർന്ന് രണ്ട് കാലുകൾ പൊങ്ങി നിൽക്കുന്നത് കാണുന്നു. ഭയന്നുപോയ അവർ പെട്ടെന്ന് തന്നെ ആളുകളെ കൂട്ടുന്നു. അതൊരു മനുഷ്യന്റെ കാല് തന്നെയാണെന്ന് ഉറപ്പിച്ചതിനു ശേഷം അവർ പോലീസിനെ അറിയിക്കുന്നു. അങ്ങനെ വേഗം പോലീസ് സ്ഥലത്തെത്തി. ആ മൃതദേഹം കുളത്തിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്നതിനായി രണ്ടുപേരെ പോലീസ് കുളത്തിലേക്ക് ഇറക്കി. എന്നാൽ അവർ ശ്രമിച്ചിട്ട് അത് നടന്നില്ല. പിന്നീട് രണ്ടുപേരെ കൂടെ പോലീസ് കുളത്തിലേക്ക് ഇറക്കി. അങ്ങനെ അവർ 4 പേർ ചേർന്ന് ആ മൃതദേഹം കരയിലേക്ക് എത്തിച്ചു. അതൊരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു. ശരീരം അഴുകിയ നിലയിലും വയറ് കീറിയ നിലയിലും ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ പുറത്തു വന്ന നിലയിലും ശരീരത്തിന്റെ പുറം ഭാഗത്തോട് ചേർന്ന് ഒരു വലിയ വേലിക്കല്ല് കെട്ടിയ നിലയിലുമായിരുന്നു. ഈ വേലിക്കല്ലിന്റെ ഭാരം ഉണ്ടായിരുന്നത് കൊണ്ടാണ് 2 പേർ ശ്രമിച്ചിട്ട് ആ മൃതദേഹം പുറത്തേക്ക് എടുക്കാൻ സാധിക്കാഞ്ഞത്. അങ്ങനെ കരയിലേക്ക് എത്തിച്ചപ്പോൾ സാരി ധരിച്ച ഒരു സ്ത്രീ. ഒരു വിധത്തിലും അവരെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഫോറൻസിക് എത്തി വിവരങ്ങൾ ശേഖരിച്ചു. പിന്നീട് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്കായി മാറ്റി. ഈ സമയം അന്നത്തെ കരിയിലക്കുളങ്കര സർക്കിൾ ഇൻസ്പെക്ടറായ C ഹരികൃഷ്ണൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആ ചുറ്റുപാടുകളെല്ലാം ഒന്ന് നിരീക്ഷിക്കുന്നു. അപ്പോൾ അവിടെ ദൂരെ മാറി ഒരു സർപ്പക്കാവ് അദ്ദേഹത്തിന്റെ കണ്ണിൽ പെടുന്നു. അദ്ദേഹം അങ്ങോട്ടേക്ക് ഒന്ന് നടന്നു നോക്കുന്നു. അങ്ങോട്ട് പോകും തോറും ഒരു രൂക്ഷമായ ദുർഗന്ധം അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു. അവിടെ ചെന്നു നോക്കിയപ്പോൾ ആ സർപ്പക്കാവിനടുത്ത് ഒരു ചത്ത പൂച്ചേനെയാണ് അദ്ദേഹം കണ്ടത്. ആ പൂച്ചയെ കണ്ടതും ആ പോലീസ് ഉദ്യോഗസ്ഥന് എന്തോ ഒരു സംശയം തോന്നി. കാരണം ആ പൂച്ചയുടെ വായിൽ നിന്നും നുരയും പതയും വന്നിട്ടുണ്ടായിരുന്നു. അതും അഴുകിയ നിലയിലായിരുന്നു പൂച്ചയുടെ ശരീരവും കണ്ടത്. നേരത്തെ കുളത്തിൽ നിന്ന് മരിച്ച സ്ത്രീയുടെ മൃതദേഹവും ഈ ചത്ത പൂച്ചയുടെ ശരീരവും തമ്മിൽ എന്തൊക്കെയോ സാമ്യതകൾ അദ്ദേഹത്തിന് തോന്നുന്നു. കാരണം 2 മൃതദേഹങ്ങളും അഴുകിയ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ത്രീയുടെ മരണം നടന്ന അതേ ദിവസം അല്ലെങ്കിൽ അതേ സമയം തന്നെയായിരിക്കും ഈ പൂച്ചയും ചത്തിട്ടുള്ളത് എന്ന് അദ്ദേഹം ഊഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന്റെ കൂടെ ഈ പൂച്ചയുടെ ശരീരവും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ സംഭവങ്ങളെല്ലാം കാണാനെത്തിയ നാട്ടുകാർക്കിടയിൽ ഇതൊരു വലിയ ചിരിയാണ് ഉണ്ടാക്കിയത്. ആരെങ്കിലും പൂച്ചയെ പോസ്റ്റ്മോർട്ടം ചെയ്യുമോ? ഇങ്ങനൊരു ചോദ്യം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു. എന്നാൽ പോലീസ് നടപടികൾ അതിന്റെ മുറയ്ക്ക് നടന്നു. കുളത്തിൽ നിന്ന് കിട്ടിയ സ്ത്രീയുടെ മൃതദേഹവും ഈ ചത്ത പൂച്ചയുടെ ശരീരവും വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. ഇതേ സമയം കുളത്തിൽ നിന്ന് കിട്ടിയ മൃതദേഹത്തിന്റെ ഒരു ഫോട്ടോ എടുത്ത് സമീപ പ്രദേശങ്ങളിലെ വീടുകളിലും കടകളിലുമെല്ലാം ഈ സ്ത്രീയെ ആർക്കെങ്കിലും പരിചയമുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്നു. ആ സമയം വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് CI ഹരികൃഷ്ണനെ വിളിച്ച് പൂച്ചയെ അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാനാവില്ല എന്ന് അവർ അറിയിച്ചു. വേറൊന്നും കണ്ടല്ല, ഇത് മനുഷ്യനെ മാത്രം ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഇവിടെ മൃഗങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാധിക്കുകയില്ല. അതിന് അവർക്ക് അവകാശവുമില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ തന്നെ CI ഹരികൃഷ്ണനോട് പറഞ്ഞു, പൂച്ചയെ
അടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. അവിടെ വെറ്റിനറി ഡോക്ടർമാർ പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം ചെയ്യട്ടെ. അങ്ങനെ പൂച്ചയെ വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് മാറ്റി. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആ സ്ത്രീയുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്നതിന്റെ കൂടെ തന്നെ വെറ്റിനറി ഹോസ്പിറ്റലിൽ പൂച്ചയുടെ പോസ്റ്റ്മോർട്ടവും നടന്നു. മരിച്ച ആ സ്ത്രീയെ സമീപത്തുള്ള നാട്ടുകാർ ആരും തന്നെ തിരിച്ചറിഞ്ഞില്ല. ആരാണ് മരിച്ചതെന്നറിയാതെ പോലീസ് ആകെ വലഞ്ഞു. ആ സമയത്താണ് പോലീസിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നത്. CI ഹരികൃഷ്ണൻ സംശയിച്ചതുപോലെ തന്നെ 2 മരണങ്ങളും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ആ സ്ത്രീ മരിച്ചതും പൂച്ച ചത്തതും ഫ്യൂരഡാൻ എന്ന വിഷം ഉള്ളിൽ ചെന്നായിരുന്നു. മരിച്ച സ്ത്രീയെ തിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ മറ്റു സ്റ്റേഷനുകളിലെ മാൻ മിസ്സിംഗ് കേസുകളുമായി ഇത് മാച്ച് ആകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലീസ് തുടങ്ങുന്നു. എന്നാൽ അതിന് കാലതാമസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചത്ത പൂച്ചയുടെ ഒരു ഫോട്ടോ എടുക്കുകയും ആ ഫോട്ടോ സമീപത്തുള്ള പ്രദേശവാസികളെ എല്ലാം കാണിച്ച് ഈ പൂച്ചയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കാൻ ആരംഭിച്ചു. പൂച്ചയും ആ സ്ത്രീയും ഒരേ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചതുകൊണ്ട് തന്നെ പൂച്ച ആ ഭക്ഷണം കഴിക്കാനുണ്ടായ സാഹചര്യം കണ്ടെത്തിയാൽ എങ്ങനെയാണ് ഈ സ്ത്രീ മരണപ്പെട്ടത് എന്ന് തിരിച്ചറിയാനാകും എന്നാണ് CI ഹരികൃഷ്ണൻ വിചാരിച്ചത്. അങ്ങനെ പൂച്ചയെ നാട്ടുകാരെ കാണിക്കുന്ന സമയത്ത് ഒരു വീട്ടുകാർ ആ പൂച്ചയെ തിരിച്ചറിഞ്ഞു. 3-4 ദിവസം മുമ്പ് കാണാതായ ഞങ്ങളുടെ പൂച്ചയെ പോലെ തന്നെയുണ്ട് ഈ പൂച്ച എന്ന് അവർ സംശയത്തോടെ പറഞ്ഞു. ഈ വിവരം അറിഞ്ഞ CI ഹരികൃഷ്ണൻ പൂച്ച സാധാരണ പോകാറുള്ള മറ്റു വീടുകളെ പറ്റിയും അന്വേഷിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുന്നു. അങ്ങനെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു കോൾ എത്തുന്നു. അവിടെ ഒരു മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കാണാതായിരിക്കുന്നത് ഒരു സ്ത്രീയെയാണ്. ഏകദേശം 50 വയസ്സുമുണ്ട്. 2 ചെറുപ്പക്കാരാണ് പരാതി നൽകുന്നതിനായി സ്റ്റേഷനിലെത്തിയത്. അവരുടെ അമ്മയാണ് കാണാതായിരിക്കുന്നത്. അവർ 3 മക്കളാണെന്നും 2 ആണും 1 പെണ്ണുമാണെന്നും അവർ പറഞ്ഞു. 3 മക്കളുടെയും വീട്ടിൽ മാറി മാറി നിൽക്കാറുള്ള അമ്മ ജൂൺ 3-ന് കരുവാറ്റയിലുള്ള മകന്റെ വീട്ടിൽ നിന്നും മകളുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിറങ്ങിയിട്ട് മകളുടെ വീട്ടിൽ എത്തിയിട്ടില്ല. അമ്മയുടെ പേര് പങ്കജാക്ഷി എന്നാണെന്നും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അവർ ധരിച്ച സാരിയുടെ കളറും അവർ പോലീസിനെ അറിയിക്കുന്നു. ഇതെല്ലാം കേട്ട ഹരിപ്പാട് SIക്ക് ഒരു സംശയം തോന്നുന്നു. കരിയിലക്കുളങ്ങരയിൽ നടന്ന സംഭവവുമായി ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. അങ്ങനെ അദ്ദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ അജ്ഞാത മൃതദേഹം ഈ ചെറുപ്പക്കാരെ കാണിക്കുവാൻ തീരുമാനിക്കും. ഇവരെ പെട്ടെന്ന് തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ആ മൃതദേഹം കാണിച്ചു. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് അവരുടെ അമ്മയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഈ വിവരം അദ്ദേഹം പെട്ടെന്ന് തന്നെ CI ഹരികൃഷ്ണനെ വിളിച്ചറിയിക്കുന്നു. മരിച്ചത് പങ്കജാക്ഷി എന്ന 51 വയസ്സുകാരിയാണെന്ന്. അവരുടെ മക്കളെ പെട്ടെന്ന് തന്നെ കരിയിലക്കുളങ്ങര സ്റ്റേഷനിൽ എത്തിച്ച് ഈ സ്ത്രീ മരിച്ചപ്പോൾ ശരീരത്തുണ്ടായിരുന്ന വസ്ത്രങ്ങളെല്ലാം കാണിച്ചു. എല്ലാം തിരിച്ചറിഞ്ഞ മക്കൾ അമ്മയുടെ ദേഹത്തുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഒന്നും തന്നെ കാണാനില്ല എന്ന് പോലീസിനെ അറിയിച്ചു. ഇത് കേട്ട CI ഹരികൃഷ്ണന് സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഇവരെ ആരോ കൊലപ്പെടുത്തിയതാണെന്നുള്ള സംശയം തോന്നുന്നു. ഇതേസമയം പൂച്ചയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അന്വേഷണത്തിനൊടുവിൽ പോലീസ് ചെന്നെത്തിയ ഒരു വീട്ടിൽ ആരുമില്ലായിരുന്നു. അയൽവാസികളോട് ചോദിച്ചപ്പോൾ ആ പൂച്ച ആ വീട്ടിലും പോകുമായിരുന്നു എന്നവർ പറഞ്ഞു. പക്ഷേ ആ വീട്ടിൽ ആരുമില്ലായിരുന്നു. അതിനെ തുടർന്ന് അയൽവാസികളോട് ആ വീട്ടിലെ താമസക്കാരെ പറ്റി അന്വേഷിച്ചപ്പോൾ അതൊരു പാത്ര കച്ചവടക്കാരനായിരുന്നു. പേര് ജലാലുദ്ദീൻ. അയാൾ രാവിലെ പാത്രം വിൽക്കുന്നതിനായി വീട്ടിൽ നിന്ന് പോകുമെന്നും അയൽവാസി പറഞ്ഞു. വീട്ടിൽ ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ അയൽവാസിയുടെ കയ്യിൽ നിന്നും നമ്പർ വാങ്ങി പോലീസ് അവിടെ നിന്നും തന്നെ ജലാലുദ്ദീനെ വിളിച്ചു. അയാൾ ഫോൺ എടുത്ത് ആരാണെന്ന് അന്വേഷിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്നും തിരിച്ചെത്തുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്യണമെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിക്കുന്നു. ഇത് കേട്ട ജലാലുദ്ദീൻ താൻ പന്തളത്താണെന്നും തിരിച്ചെത്തുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്താമെന്നും പറയുന്നു. പിന്നീട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ജലാലുദ്ദീന്റെ നമ്പർ CI ഹരികൃഷ്ണന് കൈമാറുന്നു. CI ഹരികൃഷ്ണനും ജലാലുദ്ദീനെ ഫോണിൽ ഒന്ന് വിളിക്കുന്നു. പക്ഷേ CI ഹരികൃഷ്ണൻ വിളിച്ചപ്പോൾ ജലാലുദ്ദീൻ പറഞ്ഞത് വേറൊരു സ്ഥലമാണ്. സ്ഥലപ്പേര് കേട്ടതും CI ഹരികൃഷ്ണൻ വേറൊന്നും പറഞ്ഞില്ല. ശരി എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. എന്നിട്ട് ജലാലുദ്ദീന്റെ അയൽവാസിയെ കൊണ്ട് ഒന്നുകൂടി ജലാലുദ്ദീനെ വിളിപ്പിച്ചു. അയൽവാസി അയാളെ വിളിച്ചു. ഇയാൾ സംസാരിച്ചു തുടങ്ങി. എവിടെയാണ് നിൽക്കുന്നത് എന്ന് അയൽവാസിയും ജലാലുദ്ദീനോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞത് താൻ അടൂരാണെന്നാണ്. ഏകദേശം അടുത്തടുത്ത സമയത്താണ് ഈ 3 കോളുകളും ജലാലുദ്ദീൻ എത്തിയത്. പക്ഷെ അയാൾ പറഞ്ഞതോ 3 സ്ഥലങ്ങളും. ഇത് കേട്ടപ്പോൾ തന്നെ CI ഹരികൃഷ്ണന് മനസ്സിലായി ജലാലുദ്ദീൻ പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന്. അങ്ങനെ സൈബർ സെല്ലിൽ നിന്ന് ഇയാൾ എവിടെയാണെന്നുള്ള കൃത്യമായ വിവരം ലഭിച്ചു. അയാൾ കായംകുളത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇയാളുടെ വീട് പോലീസ് നിരീക്ഷിക്കാൻ തുടങ്ങി. പിറ്റേന്ന് രാത്രി ഏറെ താമസിച്ച് വീട്ടിലെത്തിയ ജലാലുദ്ദീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് സ്റ്റേഷനിലെത്തിയ ജലാലുദ്ദീനോട് എന്തിനാണ് ഇങ്ങനെ സ്ഥലങ്ങൾ മാറ്റി കള്ളം പറഞ്ഞതെന്ന് CI ഹരികൃഷ്ണൻ ചോദിച്ചു. താൻ ഒരു പാത്ര കച്ചവടക്കാരനാണെന്നും പാത്രങ്ങൾ ചോദിച്ചു വിളിക്കുന്നവരോട് ഇതുപോലെ സ്ഥലങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞ് ശീലമായതുകൊണ്ട് അറിയാതെ പറഞ്ഞു പോയതെന്നുമാണ്. പിന്നീട് CI ഹരികൃഷ്ണൻ പങ്കജാക്ഷിയുടെ ഒരു ഫോട്ടോ ഇയാളെ കാണിക്കുന്നു. ഈ സ്ത്രീയെ പരിചയമുണ്ടോ എന്ന ചോദ്യത്തിന് അറിയില്ല എന്നാണ് ജലാലുദ്ദീൻ പറഞ്ഞത്. അപ്പോൾ CI ഹരികൃഷ്ണൻ
പങ്കജാക്ഷിയുടെ മകനെയും മരുമകളെയും അങ്ങോട്ട് വിളിക്കുന്നു. മരുമകളോട് ഈ ഇരിക്കുന്ന ജലാലുദ്ദീനെ പരിചയമുണ്ടോ എന്നും ചോദിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ മരുമകൾ ജലാലുദ്ദീനെ തിരിച്ചറിയുന്നു. തങ്ങളുടെ വീട്ടിൽ പാത്രം വിൽക്കാനായി ജലാലുദ്ദീൻ വരാറുണ്ടെന്നും പാത്രങ്ങൾ വാങ്ങിക്കുന്നത് ഇയാളുടെ കയ്യിൽ നിന്നുമാണെന്ന് ആ സ്ത്രീ പറയുന്നു. ഇത് കേട്ട CI ഹരികൃഷ്ണൻ, നിങ്ങളുടെ വീട്ടിൽ ഇയാൾ പാത്രം വിൽക്കാൻ വരുന്ന സമയത്ത് നിങ്ങളുടെ അമ്മായിയമ്മ അവിടെ ഇല്ലായിരുന്നോ എന്നും അവർ ഇയാളെ കണ്ടിട്ടില്ലേ എന്നും ചോദിക്കുന്നു. ഇത് കേട്ട ആ പെൺകുട്ടി പറയുന്നു അമ്മയാണ് ഇയാളുടെ കയ്യിൽ നിന്ന് സ്ഥിരമായും പാത്രങ്ങൾ വാങ്ങുന്നത്. ഇത് കേട്ട ജലാലുദ്ദീൻ ഞെട്ടുന്നു. കാരണം കുറച്ചു മുൻപേ അയാൾ ഈ സ്ത്രീയാണ് അറിയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. വിശദമായി മരുമകളോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ജലാലുദ്ദീനും എന്റെ അമ്മായിയമ്മയും തമ്മിൽ അടുത്ത ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇയാൾക്ക് പണയം വെക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ പണം കൊടുക്കുകയും ചെയ്തിരുന്നു. അത് മാത്രമല്ല, വീട്ടിൽ പാത്രം വിൽക്കാൻ വരുന്ന സമയത്തെല്ലാം ഇവർ രണ്ടുപേരും ഒരു വേലിക്കരികിലേക്ക് മാറി മണിക്കൂറുകളോളം സംസാരിക്കുമായിരുന്നു. ഇത് കേട്ടതും CI ഹരികൃഷ്ണൻ ആ പെൺകുട്ടിയോട് പുറത്തേക്ക് പൊയ്ക്കോളാൻ പറയുന്നു. പിന്നീട് ജലാലുദ്ദീനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഒരു പരിചയവുമില്ലാത്ത, ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാളുമായി ഇത്രയും അധികം നേരം സംസാരിക്കുമോ എന്ന് തമാശ രൂപേണ ജലാലുദ്ദീനോട് CI ഹരികൃഷ്ണൻ ചോദിക്കുന്നു. ഇത് കേട്ട് നിശബ്ദനായിരുന്ന ജലാലുദ്ദീനോട് CI ഹരികൃഷ്ണൻ പറഞ്ഞു, ഇനി നീ എങ്ങനെ എന്തിനു കൊലപ്പെടുത്തി എന്ന് മാത്രം പറഞ്ഞാൽ മതി. പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായ ജലാലുദ്ദീൻ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. കഴിഞ്ഞ 1.5 വർഷമായി താനും പങ്കജാക്ഷിയും തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നുവെന്നും സ്വർണ്ണാഭരണങ്ങൾ തനിക്ക് പണയം വെക്കാൻ നൽകിയിട്ടുണ്ടെന്നും അതുകൂടാതെ പലപ്പോഴായി പണം തന്ന് സഹായിച്ചിട്ടുണ്ടെന്നും ജലാലുദ്ദീൻ പറയുന്നു. എന്നാൽ കുറച്ചു മാസങ്ങളായി താൻ പണയം വെച്ച ആഭരണങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചെടുത്തു കൊടുക്കണമെന്ന് നിരന്തരം വിളിച്ചു പറയുവാൻ തുടങ്ങി. എന്നാൽ എന്റെ കയ്യിൽ പെട്ടെന്ന് അത് തിരിച്ചെടുത്തു കൊടുക്കുവാൻ പണമില്ലായിരുന്നു. ഒരുപാട് പറഞ്ഞു നോക്കിയിട്ടും പങ്കജാക്ഷി നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒടുവിൽ ആ സ്വർണ്ണാഭരണം എടുത്തു കൊടുക്കാമെന്ന് ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെ ജൂൺ 3 ഹരിപ്പാട് എത്താനും അവിടെ വെച്ച് സ്വർണ്ണാഭരണം എടുത്തു തരാമെന്നും പങ്കജാക്ഷിയോട് പറഞ്ഞു. ഇതനുസരിച്ച് ഹരിപ്പാട് എത്തിയ പങ്കജാക്ഷിക്ക് സ്വർണ്ണമാല എടുത്തു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോയി. തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചെത്തി എന്റെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണത്തിൽ ഞാൻ അവർക്ക് വിഷം ചേർത്ത് നൽകുകയാണ് ചെയ്തത്. മാല എടുത്തു നൽകിയിട്ടും നീ എന്തിനാണ് അവരെ കൊലപ്പെടുത്തിയത് എന്ന ചോദ്യത്തിന് അയാൾ പറഞ്ഞത്, മാല എടുക്കാൻ എന്റെ കൈവശം പണം ഉണ്ടായിരുന്നില്ല. ഞാൻ വേറൊരാളോട് വാങ്ങിയാണ് ആ മാല എടുത്തു നൽകിയത്. ആ പണം തിരിച്ചു കൊടുക്കാൻ എനിക്ക് വീണ്ടും ആ മാല ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം വയറ് കീറി പുറകിൽ ഒരു കല്ല് കെട്ടി ആ കുളത്തിൽ താഴ്ത്തുകയായിരുന്നു. യാതൊരു തെളിവും ഇല്ലാതിരുന്നിട്ടും ഈ കേസ് എങ്ങനെ തന്റെ അരികിലേക്ക് എത്തിയെന്ന് അയാൾ അത്ഭുതപ്പെട്ടു. അപ്പോഴാണ് CI ഹരികൃഷ്ണൻ ഈ പൂച്ചയെ പറ്റി ജലാലുദ്ദീനോട് ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു പൂച്ച നിന്റെ വീട്ടിൽ വരുമായിരുന്നു? പൂച്ചയെ കണ്ട ജലാലുദ്ദീൻ പറഞ്ഞു, എന്റെ വീട്ടിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന പൂച്ചയാണ്. ജലാലുദ്ദീൻ പങ്കജാക്ഷിയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ഭക്ഷണത്തിൽ വിഷം കലർത്തിയിരുന്നല്ലോ, ആ ഭക്ഷണം തന്നെയാണ് ഈ പൂച്ചയും കഴിച്ചത്. മരിച്ച സ്ത്രീയുടെയും പൂച്ചയുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവർ അവസാനമായി കഴിച്ച ഭക്ഷണം ദഹിക്കാതെ കിടപ്പുണ്ടായിരുന്നു. ആ 2 മരണങ്ങളും സംഭവിച്ചത് ഫ്യൂരഡാൻ എന്ന വിഷം ഉള്ളിൽ ചെന്നായിരുന്നു. അങ്ങനെ ഈ കേസ് കേരള പോലീസ് ക്ലോസ് ചെയ്തു. ജലാലുദ്ദീന് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. എത്ര കൃത്യമായി ചെയ്ത കൊലപാതകമാണെങ്കിലും ഒരു തെളിവെങ്കിലും അവശേഷിക്കുമെന്ന് പറയുന്നത് എത്ര സത്യമാണല്ലേ. ഇവിടെ ആ തെളിവ് പൂച്ചയായിരുന്നു. അപ്പോൾ ട്രൂത്ത് ആൻഡ് ടേൽസിന്റെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.